ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ലോഗിലൂടെ കാണിക്കുന്നത് ഒരു അമ്പലയാത്രയാണ് കേട്ടോ. അതായത് കണ്ണൂരിലുള്ള നമ്മുടെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മൾ 4 ആൾക്കാരാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ഗ്യാങ്ങിലുള്ള 4 ആൾക്കാർ. ഇതിൽ ഒരാൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യുന്നത്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന സ്ഥലത്താണ് അന്നപൂർണേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും പ്രാധാന്യം സമൃദ്ധിയുടെയും പോഷണത്തിൻ്റെയും ഈശ്വരിയും ശ്രീ പാർവതിയുടെ ഭാവവേദവുമായ അന്നപൂർണേശ്വരി എന്ന ഭഗവതിക്കാണ്. വിഷുവിളക്കുത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. മേടം സംക്രമം മുതൽ മേടം 7-ാം തീയതി വരെയാണ് ഉത്സവം. മേടം 2-ാം തീയതി ചെറുകുന്ന്, 3-ാം തീയതി കണ്ണപുരം, 4-ാം തീയതി ഇരിണാവ്, 6-ാം തീയതി പറശ്ശിനി എന്നീ ദേശവാസികളുടെ വക കാഴ്ചവരവും വെടിമരുന്ന് പ്രയോഗവും ഉണ്ടാകാറുണ്ട്. ഈ ഉത്സവത്തിലെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിന് മുന്നിലും ചുറ്റിലുമായി നിർമ്മിക്കുന്ന വട്ടപ്പന്തലാണ്. വട്ടപ്പന്തലിന് തുടക്കം കുറിക്കുന്നത് എല്ലാ വർഷവും ധനു 2-ാം തീയതിയാണ്. 111 തേക്കിൻ തൂണുകളാണ് ഈ ഒരു പന്തലിന് ആവശ്യമായിട്ടുള്ളത്. 7500 മെഡൽ, മെടഞ്ഞ ഓല, 2000ഓളം മുള എന്നിവ ഉപയോഗിച്ചാണ് ഏകദേശം 100-ൽ പരം മനുഷ്യാധ്വാനം പന്തലിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ്. അതായത് ഏകദേശം 1 മാസം സമയം വേണ്ടിവരും വട്ടപ്പന്തൽ നിർമ്മിക്കുന്നതിന്. ഇവിടെ എല്ലാ ദിവസവും അന്നദാനവും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ പായസവും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ദിവസേനയുള്ള ഈ ഒരു അന്നദാനത്തിന് പുറകിലും ഐതിഹ്യ കഥകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പൊതുവെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതായത് മുറം വെച്ചിട്ടാണ് ഇവർ നമുക്ക് ചോറ് വിളമ്പി തരുന്നത്. പിന്നെയുള്ളത് ഇതുപോലെ ചമ്രം പടിഞ്ഞിരുന്നിട്ടാണ് എല്ലാവരും ചോറ് കഴിക്കുന്നത്. അതൊക്കെ ഒരു പ്രത്യേക തരം ഒരു ഫീലിങ്സ് തന്നെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ കറികളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വളരെ ആസ്വദിച്ചാണ് ഈ ഒരു ഇത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് പുറത്തോട്ടേക്ക് ഇറങ്ങിയപ്പം അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇതുപോലെ കുൽഫി വെക്കുന്നുണ്ടായിരുന്നു. നമ്മളത് വാങ്ങിക്കഴിച്ചിട്ട് നടന്നു വരികയാണ് കേട്ടോ. കുളത്തിൻ്റെ സൈഡിലേക്ക് നടന്നു പോവുകയാണ് നമ്മൾ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന മറ്റൊന്നാണ് ഇവിടുത്തെ ക്ഷേത്രക്കുളം. അത്രയധികം വിസ്തൃതിയിലാണ് ആ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് വളരെയധികം കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഈ ഒരു കുളത്തിൻ്റെയും ഈ ഒരു ക്ഷേത്രത്തിൻ്റെയും മനോഹാരിത എൻ്റെ ഈ ഒരു ഫോണിൽ മാത്രം പകർത്തിയെടുത്താൽ തീരാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് വേണം ഇതിൻ്റെ ഒരു ഭംഗി ഫുള്ളായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരാത്തവർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. വളരെ സമാധാനപരമായ ഇന്നത്തെ ഒരു ക്ഷേത്ര ദർശനം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു പടുകൂറ്റൻ ആൽമരം ഇരിപ്പുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ നന്നായിട്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മളിതാ ബസ് കയറാൻ വേണ്ടി പോവാൻ നോക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാവരും ബസ്സിനാണ് വന്നിട്ടുണ്ടായത്. അതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലോ ബസ്സിനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നല്ല വെയിലുണ്ട്, നമ്മൾ ബസ് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരാത്തവർ തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബായ്.